വന്ദേ ഗുരുപരമ്പരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ. കുച്ചിപ്പുടിയിലെ ഖണ്ഡജാതി അടവുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഖണ്ഡജാതി അടവുകളിലെ 5 അടവുകൾ നമ്മൾ പരിചയപ്പെട്ടു. തുടർന്നുള്ള അടവുകൾ നമുക്ക് ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം. ആദ്യത്തെ അടവിൻ്റെ, അതായത് 6ാമത്തെ അടവിൻ്റെ കാല് കുറച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ്? ആദ്യം സൂചിപാദം വയ്ക്കുക. സൂചിപാദം വയ്ക്കൂ. സൂചിപാദം വലതുകാല് സൂചിപാദം വെച്ച് ഇടതുകാല് തട്ടുമ്പോൾ ഈ സൂചിപാദം മടക്കുക. 1 2 3 4 5 6 7 വെച്ചിട്ട് 8 ഈ കാലിൽ തന്നെ കൊടുക്കുക. അതായത് 7 വരെ നമ്മൾ കാലുകൾ മാറി മാറിയിട്ടാണ് ചെയ്യുന്നത്. 7ഉം 8ഉം വലത് കാലിൽ തന്നെയാണ്. പിന്നെ ഇടതുഭാഗം ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 കഴിഞ്ഞിട്ട് 8 അതേ കാല് തന്നെയാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അപ്പോൾ ഇത് ഖണ്ഡഗതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നമുക്ക്. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോ തദിൻ ധക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ധക്ക തോ ധിമ്മി തോ. നീലു ചിരിക്ക്, നല്ല ഭംഗിയായി ചിരിച്ച ചെയ്യേ. നീലുവിൻ്റെ സൗന്ദര്യം അങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ. തോം തദിൻ ധക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ധക്ക തോ ധിമ്മി തോ ധിം തോം തദിൻ ധക്ക. ഉറപ്പായോ? കൺഫേം ആയില്ലേ? കൈ പതാക ഇങ്ങനെ ഒരു ചന്ദ്രകലാകൃതിയിൽ പിടിച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഫുള്ള് ഇങ്ങനെ നിവർത്തി പിടിച്ചാൽ ഭംഗി ഉണ്ടാവില്ല. അടിയിലേക്കാണ്. തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ധക്ക. അതായത് 1 2 3 4 5 6 7 8. നമ്മുടെ കാല് ചേഞ്ച് വരുന്നില്ലേ? 7 8 വരുമ്പോൾ ഇങ്ങോട്ട് വന്നാലേ നമുക്ക് അടുത്ത 1ന് കാല് നീട്ടി വയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ, കൈയും നീട്ടി വയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. മനസ്സിലായില്ലേ? നമുക്ക് കൈകളും കാലുകളും ചേർത്ത് ചെയ്യാനായി ശ്രമിക്കാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ധക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ധക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ധക്ക തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ധക്ക. അത് സാരമില്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അടവാണിത്. ഈ അടവ് പഠിക്കുന്ന സമയത്ത് എനിക്ക് നമ്മുടെ ഗുരുവമ്മയുടെ കയ്യിൽ നിന്ന് നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞാൽ ഗുരുവമ്മ ചീത്ത പറയുള്ളൂ. ചീത്ത പറയുന്നത് തന്നെ അടീൻ്റെ പോലെയാണ്. അല്ലെങ്കിൽ ഗുരുവമ്മ മിണ്ടാതിരിക്കും. മിണ്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം വരിക, അല്ലേ? നമ്മുടെ ഗുരുക്കന്മാർ നമ്മളോട് മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുമ്പോൾ അതിൽ പരം ദുഃഖം വേറെ എന്താണുള്ളത്? നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ, നമ്മളെ കൂടെ കൂട്ടിയേക്കണേ. അപ്പോൾ ഒന്നുകൂടി ചെയ്യാം നമുക്ക്. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോ തദിൻ ധക്ക തോ ധിമ്മി തോ ധിമ്മി തോം. ഓക്കെ, അടുത്തത്
എന്താണ് അടുത്ത അടവ്? ആ, അതിൻ്റെ കാലുകൾ കാണിക്കൂ. നമ്മൾ കുതിക്കുകയാണ് വേണ്ടത് കേട്ടോ, ചാടല്ല വേണ്ടത്. രണ്ട് കാലും കുതിക്കുക. എങ്ങനെയാണ് കുതിക്കുക? കുഞ്ചിതത്തിൽ കുതിക്കുക, എന്നിട്ട് വലത്തോട്ട് വലത് കാല് വെച്ച് ചാടുക. എങ്ങനെ? 1 2 1 2 1 2 3 തവണ അങ്ങനെ ആവർത്തിക്കുക. പിന്നെ ഇടത് വലത്. എങ്ങനെ? കുതിച്ചു വലത്, കുതിച്ചു വലത്, കുതിച്ചു വലത്, ഇടത് വലത്, കുതിച്ചു ഇടത്, കുതിച്ചു ഇടത്, കുതിച്ചു ഇടത്, വലത് ഇടത്. നല്ല രസമുണ്ട്. അതൊന്ന് കുറച്ച് മൂവ് ചെയ്യണം കേട്ടോ. നീങ്ങുന്ന ഇവിടുന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് തോ ധിമ്മി തോ ധിമ്മി തോം തദിൻ ദ അങ്ങനെ മൂവ് ചെയ്ത് ചെയ്താലേ അതിന് ഭംഗി കിട്ടുള്ളൂ. നമുക്ക് നോക്കാം കാല് മാത്രം. പൗർണമി തക്ക തക്കിട്ട തക്ക തക്കിട്ട കുതിച്ചു. അയ്യോ, ക്ഷമി. വീണ്ടും നിൽക്ക്. പതുക്കെ ചെയ്യാം, നമുക്ക് വ്യക്തമാവട്ടെ. കുതിച്ചു വലത്, കുതിച്ചു വലത്, കുതിച്ചു വലത്, ഇടത് വലത്, കുതിച്ചു ഇടത്, കുതിച്ചു ഇടത്, കുതിച്ചു ഇടത്, വലത് ഇടത്. ഖണ്ഡഗതിയിലൊന്ന് നോക്കാം നമുക്ക്. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം തധിൻ ദക്ക തോ ധിമ്മി ധിമ്മി തോം തധിൻ ദക്ക തോ ധിമ്മി തോ ധിം തോം തധിൻ ദക്ക തോ ധിമ്മി തോ ധിമ്മി തോം തധിൻ ദക്ക. ഇതിൻ്റെ കൈ ത്രിപതാകഹസ്തമാണ് പിടിക്കേണ്ടത്. ഇവിടെ നിന്ന് വലത്തോട്ട് കുതിക്കുമ്പോൾ കൈ നെഞ്ചിൽ, പിന്നെ വലത്തോട്ട്. മുകളിലേക്ക് തിരിക്കാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകും. പക്ഷേ തിരിക്കണം എന്ന് നമുക്ക് തോന്നും. നമ്മൾ തിരിക്കാൻ പാടില്ല. കാരണം ഭരതനാട്യത്തിൽ നമ്മുടെ തത്തൈ താമടവിൽ നമ്മുടെ ഭരതനാട്യം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് വരാനുള്ള ടെൻഡൻസി നമ്മുടെ ശരീരം കാണിക്കും. അപ്പം അങ്ങനെ വരരുത്. വരാതെ തോ ധിമ്മി ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്തേ. തോ ധിമ്മി തോ ധിമ്മി തോം. പിന്നെ നമ്മൾ കാല് ചേഞ്ച് ചെയ്യുമ്പോൾ 1 2 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. നോക്കാം നമുക്ക്. കൈകളും കാലുകളും ചേർത്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോം തധിൻ ദക്ക ധിമ്മി തോം തധിൻ ദക്ക തോ ധിമ്മി തോം തധിൻ ദക്ക തോ ധിമ്മി തോം തധിൻ ദക്ക. അടുത്ത അടവിലേക്ക് കടക്കാം. അടുത്ത അടവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതല്ലേ നമ്മുടെ അടുത്ത അടവ്. ഇങ്ങനെ ഒരു പ്രത്യേക മുദ്ര, അതായത് നമ്മൾ കുച്ചിപ്പുടിയിൽ അധികമായിട്ട് കാണാറുണ്ട്. ഈ മുദ്രയുടെ പേര് സംയമഹസ്തം എന്നാണ് പറയാറ്. ഇതിനെ ഗ്രന്ഥാന്തര ഭ്രമരി എന്നൊരു പേര് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ രണ്ട് പേരുമല്ലാതെ ഗ്രന്ഥാന്തര മൃഗശീർഷം എന്നുള്ള പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ 3 പേരുമല്ലാതെ മറ്റേതെങ്കിലും പേരുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ ഇത് ഏത് ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത മുദ്രയാണ് എന്ന് കണ്ണന് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ കുച്ചിപ്പുടിയിൽ സ്ഥിരമായിട്ട് ഈ മുദ്ര കണ്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. അടുത്തതിൻ്റെ കാല് വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? തോ ധിമ്മി തോം. കുഞ്ചിതം സമം കുഞ്ചിതം സമം, അത്രയേ ഉള്ളൂ. എങ്ങനെ?
ആ ചെയ്തോ. 2 3 4 തോ ധിമ്മി തോ ധിമ്മി തോം തധിൻ ദക്ക തോ ധിമ്മി തോ ധിമ്മി തോം. അതിനാണ് ഈ സംയമഹസ്തം വരുന്നത്. ഈ സംയമഹസ്തം ഡോളവുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന് ഒരു ആട്ടം കൂടി കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ? തോ ധിമ്മി തോ ധിം തോം തധിൻ ദക്ക തോ ധിം തോ ധിമ്മി തോം തധിൻ ദക് തോ ധിമ്മി തോ ധിമ്മി തോം തധിൻ ദക്ക തോ ധിമ്മി തോ ധിമ്മി തോം തധിൻ ദക്ക. ഞാൻ പാടാം, നിങ്ങളാടൂ. തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിമ്മി തോം. ചിരിക്കുന്നതിലോ തോ ധിമ്മി തോ ധിം തോം തധിൻ ധക്ക തോ ധിമ്മി തോ ധിം തോം തധിൻ ധക്ക തോ ധിമ്മി തോ ധിമ്മി തോം. അടുത്ത അടവിലും ഈ സംയമഹസ്തം തന്നെയാണ് വരുന്നത്. അതിൻ്റെ കാല് വരുന്നത്, ഇപ്പം നമ്മൾ സൈഡിലല്ലേ കുഞ്ചിതം വെച്ചത്. അടുത്ത അടവിൽ പിന്നിൽ നിന്നും സൈഡിലേക്ക്. അത് ഒന്ന് മുന്നിലേക്ക് ചാടാം. ഒന്ന് പിന്നിലേക്ക് ഇറങ്ങി നിന്ന് വാ വാ വാ. അതായത് 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3. നല്ല രസമുണ്ട് അല്ലേ? ആ, മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശബ്ദത്തിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരിക്കും. ഈ അടവ് കൂടിയേ ഉള്ളൂ, അവസാനത്തെ അടവാണ്. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചെയ്യാം. ഖണ്ഡത്തിലെ തക്ക തക്കിട്ട തക്ക തക്കിട്ട തോ ധിമ്മി തോ ധിം തോം തധിൻ ധക്ക തോ ധിമ്മി തോ മി തോം തധിൻ ധക്ക തോ ധിമ്മി തോ ധിം തോം തധിൻ ധക്ക തോ ധിമ്മി തോ ധിം തോം തധിൻ ധക്ക. അങ്ങനെ 9 അടവുകളാണ് ഖണ്ഡജാതി അടവിൽ കണ്ണൻ പഠിച്ചിട്ടുള്ളത്. കണ്ണൻ പഠിച്ച 9 ഖണ്ഡജാതി അടവുകളും നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞു. 9 ഖണ്ഡജാതി അടവുകളെ കണ്ണൻ പഠിച്ചിട്ടുള്ളൂ. മറ്റുള്ള അടവുകളുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. നമ്മുടെ നടനം കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കാനും നമ്മുടെ മക്കൾക്ക് കുറേ നല്ല അവസരങ്ങൾ ലഭിക്കാനും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും കൂടെ വേണം. നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ. ഏറെ വൈകാതെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. വന്ദേ ഗുരുപരമ്പര.